അപ്പം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് കളയുന്ന ഒരു ഓർഗനാണ് കിഡ്നി. കൂട്ടത്തിൽ കുടിക്കുന്ന വെള്ളവും ശരീരം ഉണ്ടാകുന്ന വെള്ളവും കളയുന്നതാണ്, മൂത്രത്തിൽ കൂടെ കളയുന്നതാണ് കിഡ്നി. അപ്പോൾ നമ്മൾ കിഡ്നി തകരാറ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുക, അപ്പോഴത്തേക്ക് നീര് വരാം. പിന്നെ അതുപോലെ ഈ വേസ്റ്റ് പ്രോഡക്ട്സ് കളയാതിരിക്കുക, യൂറിയ ലെവൽ കൂടാം, ക്രിയേറ്റിൻ ലെവൽ കൂടാം. അപ്പോൾ ഇതൊക്കെ കൂടുമ്പോഴത്തേക്ക് വിശപ്പില്ലായ്മ, ക്ഷീണം ഇങ്ങനെയൊക്കെ വരാം. പിന്നെ ചിലപ്പോൾ അത്യാവശ്യമുള്ള ഇലക്ട്രോലൈറ്റ്സ്, ഫോർ എക്സാമ്പിൾ സോഡിയവും പൊട്ടാഷ്യം, ഇതൊക്കെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രോലൈറ്റ്സ് അത് കുറഞ്ഞു പോയാലും പ്രശ്നം, കൂടി പോയാലും പ്രശ്നം. പൊട്ടാഷ്യം ഒരു ലെവലിൽ നമ്മൾ ബോഡി ഈ കിഡ്നിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ബിറ്റ്വീൻ 3.5 to 5 mg/L ആണ് വേണ്ടി ലെവല്. അതൊരു 5.5-ൻ്റെയൊക്കെ മേളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഹാർട്ടിൻ്റെ ഇറഗുലാരിറ്റി വരാം, ചിലപ്പോൾ ഹാർട്ട് നിന്ന് പോകാം. അതൊരു അപകടമായുള്ള പ്രോബ്ലമാണ്. അതേപോലെ സോഡിയം നമ്മൾ ചിലപ്പോൾ കിഡ്നി ഒരു നോർമൽ ലെവൽ, സോഡിയം അമിതമായി പോയി കഴിഞ്ഞാൽ പിന്നെ ഹൈപ്പർനെട്രീമിയ, അതൊരു ബോധക്കേട്, വർത്തമാനം പറയാൻ ബുദ്ധിമുട്ട്. അതേസമയം സോഡിയം തീരെ കുറഞ്ഞു പോയാലും മയക്കം, ജോലി ചെയ്യാൻ ഉന്മേഷക്കുറവ്, ഇതൊക്കെ വരാം. യൂറിയ ലെവലൊക്കെ കൂടുമ്പോഴത്തേക്ക് വിശപ്പില്ലായ്മ, ഛർദ്ദിൽ, ക്ഷീണം. പിന്നെ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ് എരിത്രോപോയിറ്റിൻ. അപ്പോൾ എരിത്രോപോയിറ്റിൻ്റെ ലെവല് കുറയുമ്പോഴത്തേക്ക് ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ട് ക്ഷീണം, വളർച്ച, അനീമിയ, ഇതിൻ്റെ രോഗലക്ഷണങ്ങളൊക്കെ കണ്ടേക്കാം.